അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് പെരുന്നാൾ ദിവസമായിരുന്നു. നമ്മളൊക്കെ രാവിലെ കുളിച്ച് പുതിയ ഡ്രസ്സ് ധരിച്ച് നമ്മൾ പള്ളിയിലേക്ക് പോയിട്ട് നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ വന്നു. പിന്നീട് ജുമാക്ക് പോയിട്ടുണ്ടല്ലേ. എന്നാൽ ഒരു കാസിമി ഉസ്താദ്, അബ്ദുൽ ഷുക്കൂർ കാസിമി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. 54 വയസ്സാണ് ആ മനുഷ്യനുള്ളത്. ആ മനുഷ്യൻ ഇന്ന് ജുമുഅ നമസ്കരിച്ചതിൻ്റെ ശേഷം പ്രഭാഷണം നടത്തുന്നതിൻ്റെ ഇടയിൽ കുഴഞ്ഞു വീണ് മരണത്തിന് കീഴടങ്ങി എന്ന ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ നിന്ന് കേൾക്കാനായിട്ട് കഴിഞ്ഞു. ആ ഒരു വാർത്ത കേട്ടപ്പോൾ വല്ലാത്ത വേദനയാണ്. കാരണം ലോകം മുസ്ലിമീങ്ങൾ തന്നെ സന്തോഷമാണ്, അവരുടെ ആഹ്ലാദ ദിവസമാണ് പെരുന്നാൾ എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് ഒരു മനുഷ്യൻ്റെ മരണവാർത്ത കേൾക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം വേദന തന്നെയാണ്. ആ കുടുംബത്തിൻ്റെ ഒക്കെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ ദിവസം അവർക്കൊക്കെ കണ്ണീരിൻ്റെ ദിവസമായി മാറി എന്നുള്ളതാണ്. ഞാൻ ഈ ഒരു വാർത്ത കാണുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നാണ്. സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്ററിലാണ് ആദ്യം ഈ ഒരു വാർത്ത കാണുന്നത്. അതിൻ്റെ കമൻറ്റ് ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കിയപ്പോൾ ഒരുപാട് ആളുകൾ വേദന പങ്കുവെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു കമൻറ്റ് കാണാനായിട്ട് കഴിഞ്ഞു. ഒരു വ്യക്തി പറയാണ്, ആ മനുഷ്യൻ രാവിലെയും രാത്രിയുമൊക്കെ ഒരുപാട് കൊഴുപ്പുള്ള ഭക്ഷണം നന്നായിട്ട് തിന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാൾ മരിച്ചത് എന്ന്. ഞാൻ ആ മനുഷ്യൻ്റെ പേജ് പോയി നോക്കിയപ്പോൾ കൃത്യമായിട്ടൊരു കാര്യം മനസ്സിലായി, അയാൾ മുസ്ലിം വിരോധിയാണ് എന്ന്. ഒന്നാമത്തെ ഒരു കാരണം, ഈ ഒരു വിഷയത്തിൽ അങ്ങനെ ഒരു കമന്റ് ഇടാൻ പറ്റിയ ഒരു സ്ഥലമല്ല അത്. ആ മനുഷ്യൻ്റെ മരണത്തിൻ്റെ വിയോഗ വാർത്തയാണ് അതിലൂടെ ആളുകളെ ധരിപ്പിക്കുന്നത്. എല്ലാവരും വേദന പങ്കുവെക്കുകയാണ്. ആ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു വാർത്ത കൊണ്ടുവന്നിട്ട് ആ ഒരു കമൻറ്റ് ബോക്സിൽ ഇടുന്നത്. ഞാൻ ഈ പറഞ്ഞ രൂപത്തിലല്ല അയാളുടെ ശൈലി, ഞാൻ ആ ശൈലി മാറ്റിയിട്ട് നിങ്ങൾക്ക് ഈ രൂപത്തിൽ പറഞ്ഞു തന്നതാണ്. ആ മനുഷ്യൻ്റെ ആ ഒരു ശൈലി എന്ന് പറയുന്നത് പക്കാ വർഗീയതയാണ് അതിലൂടെ ആ മനുഷ്യൻ വിളമ്പുന്നത്. വളരെ വേദനയാണ് ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ഉളുപ്പുമില്ലാതെ അതിൻ്റെ അടിയിൽ എவ்விധമുള്ള കമൻറ്റുകൾ കൊടുന്ന് ചാർത്തുമ്പോൾ അതിനേക്കാൾ പ്രയാസം തോന്നിപ്പോവുകയാണ്. അള്ളാഹു ആ മനുഷ്യന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വേറെ ഒരു വാർത്ത കേട്ടു. 37 വയസ്സുള്ള ഒരു സഹോദരി അവരിന്ന് മരണത്തിന് കീഴടങ്ങിയെന്ന്. ഈ മരണത്തിന് കീഴടങ്ങാനുള്ളതിൻ്റെ കാരണം 7 പ്രസവം അവർ നടത്തിയിട്ടുണ്ട്. 7 പ്രസവത്തിൽ അവർക്ക് 7 കുട്ടികളാണ് ഉണ്ടായിട്ടുള്ളത്. അവസാനം 7ാമത്തെ കുട്ടിയാണ്, ഈ 7ാമത്തെ പ്രസവത്തിലുള്ള ആ കുട്ടി കൂടി മരിച്ചപ്പോഴാണ് ഇത് വലിയ കേസായി വിവാദമായിട്ട് മാറുന്നത്. എന്താണ് അതിൻ്റെ കാരണം? അവരുടെ ഭർത്താവ് 6 പ്രസവവും നടത്തിയത് ഹോസ്പിറ്റലിൽ നിന്നാണ്. 7ാമത്തെ പ്രസവമാണ് അവർ വീട്ടിൽ വെച്ച് അക്യുപഞ്ചറിൻ്റെ ചികിത്സവാനായിട്ടുള്ള അവരുടെ ഭർത്താവ് വീട്ടിൽ വെച്ചിട്ട് പ്രസവം നടത്തി. ഈ സ്ത്രീക്ക് പ്രോപ്പറായിട്ടുള്ള ചികിത്സ കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മരണത്തിന് കീഴടങ്ങി. അതായത് ഇവരുടെ പ്രസവം വീട്ടിൽ വെച്ചിട്ടാണ് നടന്നത്. ഈ കുട്ടി 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കുട്ടി മരണത്തിന് കീഴടങ്ങി. പ്രോപ്പറായിട്ടുള്ള ചികിത്സ കിട്ടിയില്ല, ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട്. ഈ സ്ത്രീയുടെ കുടുംബക്കാർ വീട്ടിലേക്ക് വന്നപ്പോൾ ഈ സ്ത്രീയെ കാണുന്നത് പറ്റ അവശയായിട്ടുള്ള നിലയിലാണ്. അങ്ങനെ നിർബന്ധിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കി ചികിത്സ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ അവർ മരണത്തിന് കീഴടങ്ങി. ഈ ഒരു വാർത്തയുടെ കമൻറ്റ് ബോക്സ് തുറക്കാനേ പറ്റുന്നില്ല. അത്രമേൽ നീചവും നികൃഷ്ടവുമായിട്ടുള്ള രൂപത്തിലാണ് പലരും കമൻറ്റുകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾ എന്ന് പറയുന്നത് മെഷീന് പോലെയാണ് മുസ്ലിമീങ്ങൾക്കെന്ന്. അതായത് ഇവരുടെ വികാരം മുഴുവനും തീർക്കാനുള്ള ഒരു വസ്തുവായിട്ടാണ് സ്ത്രീകളെ ഇവർ കാണുന്നതെന്ന് പച്ചയായിട്ട് വിശദീകരിക്കുകയാണ്. അതിൻ്റെ കാരണം ഈ ഒരു സ്ത്രീ 7 കുട്ടികൾക്ക് ജന്മം നൽകി എന്നുള്ളതാണ്. ആ സ്ത്രീയുടെ ഭർത്താവിന് അതിനുള്ള കഴിവുണ്ട്, ആ സ്ത്രീക്ക് അതിനുള്ള ആരോഗ്യവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ 7 കുട്ടികൾക്ക് ജന്മം നൽകി. പിന്നെ അതിൽ ഒരു 3 കുട്ടികൾ മരണപ്പെട്ടു എന്നുള്ളതാണ്. അതിൽ അവസാനത്തെ കുട്ടി മരിച്ചപ്പോഴാണ് ഇത് ഇത്ര വലിയൊരു വിവാദമായത്. അത് സംഗതി ശരിയാണ്, പ്രോപ്പറായിട്ടുള്ള ആ ഒരു ചികിത്സ കിട്ടാത്തതിൻ്റെ പേരിൽ തന്നെയാകാം മരണം നടന്നിട്ടുള്ളത്. ആ ഒരു കാര്യത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും മുഴുവനായിട്ട് പച്ചയിൽ ആക്ഷേപിക്കുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്?
കഴിവുള്ളവൻ 7ഉം 8ഉം 10ഉമൊക്കെ അവർ പ്രസവിക്കും. അത് അവരുടെ ശരീരത്തിൻ്റെ കഴിവും അവരുടെ ആരോഗ്യവും അനുസരിച്ചിട്ടാണ്. ഈ വാദം നടത്തുന്ന ആളുകളൊക്കെ 1ലോ 2ലോ ഒക്കെ പ്രസവം നിർത്തിയിട്ടുണ്ടാകും. എന്നിട്ട് അവർ 7ഉം 8ഉം 10ഒക്കെ പ്രസവിക്കുന്നവരെ ഈ നായ പ്രസവിക്കുന്നത് പോലെ പ്രസവിച്ച് കൂട്ടുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുകയാണ്. എന്തിനാണ് സ്ത്രീകൾക്ക് ഗർഭപാത്രമുള്ളത്? പ്രസവിക്കാനാണ്. ആരോഗ്യമുള്ള സമയത്തോളം അവർക്ക് എത്രയും പ്രസവിക്കാം. പണ്ട് കാലങ്ങളിലൊക്കെ 6ഉം 7ഉം 8ഉം 10ഉമൊക്കെ പ്രസവിച്ച ആളുകളുണ്ട്, ഇല്ലേ? ഉണ്ട് എന്നുള്ളതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇന്ന് ആളുകൾക്ക് അതിനൊന്നും കഴിയൂല. കഴിവുള്ള ആളുകളെ ആകട്ടെ ഇതുപോലെ വിമർശനം നടത്തുകയാണ്. എന്താണ് അതിലുള്ള ഔന്നിത്യം എന്ന് എനിക്ക് തീരെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് ഇതേ വ്യക്തികളുടെ നേതാക്കന്മാർ തന്നെ പച്ചയിൽ വിളിച്ച് പറയാണ്, മുസ്ലിമീങ്ങൾക്കൊക്കെ ഒരുപാട് കുട്ടികളുണ്ട്, അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് പ്രസവ രീതി കൈകാര്യം ചെയ്യണം, 1ലും 2ലും നിർത്താൻ പാടില്ല, ഒരുപാട് മക്കൾ നമുക്ക് വേണമെന്ന് ഇവരുടെ നേതാക്കന്മാർ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വിലയിരുത്തുന്നത്. ഈ ശശികല ടീച്ചറൊക്കെ ആ ഒരു വിഷയം പറയുന്നത് ഇന്നും യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ഈ നേതാക്കന്മാരിങ്ങനെ പറയുന്നത്? കാരണം അവർക്ക് ചിലപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലായിട്ടുണ്ടാകും. ഇവിടെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു സംഗതി എന്താണെന്നറിയോ? മുസ്ലിമീങ്ങൾ പെറ്റുകൂട്ടിക്കൊണ്ടേയിരിക്കുന്നത് അവർ ഇന്ത്യ മഹാരാജ്യം അവരുടെ കയ്യിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. ബുദ്ധിയുള്ള, ചിന്തിക്കാൻ ശേഷിയുള്ള ഏതൊരാൾക്കും പച്ചയായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ ഒരു പ്രവൃത്തിയിലൂടെ മുസ്ലിമീങ്ങൾ ഇതല്ല ഉദ്ദേശിക്കുന്നത് എന്ന്. മറിച്ച് അവരുടെ സന്താനോൽപാദനം അവർ വർദ്ധിപ്പിക്കുന്നു, അവരതിലൂടെ സന്തോഷം കണ്ടെത്തുന്നു, ആനന്ദം കണ്ടെത്തുന്നു. അതിന് കഴിയാത്ത ഒരു വിഭാഗം ആളുകൾ ആക്ഷേപവുമായിട്ട് അവരിങ്ങനെ നടക്കുകയാണ്. എന്താ കാരണം? ഇവർക്ക് അതിനുള്ള കഴിവില്ല. മുസ്ലിമീങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു വാക്ക് ഞങ്ങൾക്കുണ്ട്, അദ്ദേഹത്തിൻ്റെ ഉപദേശം പോലും ഞങ്ങൾക്കുണ്ട്, നിങ്ങൾ ഒരുപാട് പ്രസവിക്കണേ എന്ന്. കാരണം അങ്ങനെ പ്രസവിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ബെനിഫിറ്റ് ഇസ്ലാമിൽ അവർക്ക് കിട്ടും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഭാര്യയും ഭർത്താവും ഒരുപോലെ ഈ ഒരു വിഷയത്തിൽ അവർ പരിശ്രമിക്കുന്നതും അവർ ഒരുപാട് കുട്ടികൾക്ക് ജന്മം നൽകുന്നതും. അതിനെ വർഗീയവൽക്കരിച്ചുകൊണ്ട് ഇന്ത്യ മഹാരാജ്യം ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോകുമോ എന്നുള്ള ഭയത്താൽ, പേടിയാൽ ചില ആളുകൾ പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ആ ഒരു കമൻറ്റ് ബോക്സിലൂടെ കേൾക്കാനും കാണാനും ഒക്കെ കഴിഞ്ഞിട്ടുള്ളത്. എത്ര വിഡ്ഢിത്തമാണ് ഇവർ വിളിച്ച് പറയുന്നത് എന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്.